ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രാദേശിക വികാരമൊക്കെ ഒന്ന് അനുകൂലമാക്കാൻ ക്ഷേമ പെൻഷനിലെ പ്രഖ്യാപനം ഈ അവസാന ബജറ്റിലെങ്കിലും സർക്കാർ നടത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ കേരളത്തിലെ സകല സാധാരണക്കാരും. നിലവിലെ 1600 രൂപയിൽ നിന്നും കുറഞ്ഞതൊരു 1800 ആക്കി ഉയർത്തുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. ക്ഷേമ പെൻഷൻ പ്രതിമാസം 2500 ആക്കുമെന്നായിരുന്നു പിണറായിയുടെ രണ്ടാം സർക്കാരിനായുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നത് എന്ന് പ്രത്യേകം എല്ലാവരും ഒന്ന് ഓർമ്മിക്കണം. വാക്കിന് വിലയില്ലാത്ത കൂട്ടർ വാക്ക് പാലിക്കുമെന്ന് കരുതി നിങ്ങളുടെ തെറ്റ് എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ക്ഷേമ പെൻഷൻ 1600 തന്നെ തുടരും. കുടിശ്ശിക കൊടുക്കുമോ എന്നത് സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ തെളിയിക്കേണ്ട കാര്യവുമാണ്. വലിയ ശാസ്ത്രീയ പഠനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ഖജനാവിൽ 10ന്റെ പൈസ ഇല്ലെങ്കിലും ആ സകല കുറവുകളും നികത്തിക്കൊണ്ടാണ് ഇത്തവണ നമ്മുടെ ബാലഗോപാൽ സർ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി പ്രഖ്യാപനങ്ങളാണ് ഇത്തവണ സർക്കാരിന്റെ വകയുള്ളത്. കേന്ദ്രം കൈവിട്ടാലെന്താ, ഞങ്ങൾ സ്വയം പര്യാപ്തരാണ്. ലോട്ടറിയും ബീവറേജസിന്റെ പൈസയും മാത്രം മതി ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ നടത്താൻ. എന്തായാലും പ്രഖ്യാപനങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങ് തലസ്ഥാന നഗരി തൊട്ട് നമ്മുടെ കോഴിക്കോട് വരെ മെട്രോ, പിന്നെ നമ്മുടെ വിഴിഞ്ഞത്തെ ട്രാൻസ്ഷിപ്പ് തുറമുഖമാക്കും. കാർഷിക മേഖലയ്ക്ക് 227 കോടി ശ്രദ്ധിക്കണം. പിന്നെ തീരദേശ സംരക്ഷണം, സ്റ്റാർട്ടപ്പ് മിഷൻ, വന്യജീവി ആക്രമണം കുറയ്ക്കാനുള്ള ഇടപെടൽ, ഇതൊക്കെയാണ്. സത്യം പറയാലോ, ഇത്രയും പറഞ്ഞതിൽ നടപ്പാക്കുമെന്ന് തോന്നിയ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പഴഞ്ചൻ സർക്കാർ വാഹനങ്ങൾ മാറ്റും എന്നതാണ്. മിക്കവാറും ഇന്നോവ മാറ്റി വല്ല ഓഡിയോ ബെൻസോ ഒക്കെ വരും നമ്മുടെ സർക്കാരിനെ സംരക്ഷിക്കാൻ. എന്നാലും ഒരു സംശയം അപ്പോഴും ബാക്കിയാണ്, ഇതിനുള്ള പൈസ എവിടെ നിന്ന് ഒപ്പിക്കുമാവോ? കേന്ദ്രത്തിന് കത്തയക്കാൻ ഒരു 5 കോടി വേണ്ടേ? ചർച്ചയ്ക്കിരിക്കാൻ ഒരു 6 കോടി വേണ്ടേ? പിന്നെ വല്ല നവകേരളവും കേരളീയത്തിനോ ഒക്കെ നീക്കി വെക്കേണ്ടേ? നമ്മുടെ ദുരന്തബാധിതർക്കുള്ളത് പിന്നെ നോക്കാമെന്ന് വെക്കാം. നമ്മുടെ സംസ്ഥാന ബജറ്റ് വിശദമായി എന്തായാലും വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാനാവുന്നത്, കേന്ദ്രത്തിൽ മോദി മാതൃകയിൽ മധ്യവർഗത്തെ കയ്യിലെടുത്ത് നിർമ്മല ബജറ്റ് പോലെയാകും 2025 കേരള ബജറ്റ് എന്ന് കരുതിയവർ ഏറെയാണ്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാനും മാത്രം ഒന്നുമില്ല എന്ന് മാത്രമല്ല, സാധാരണക്കാരന്റെ വയറ്റിത്തടിച്ചുകൊണ്ട് ഭൂനികുതി സ്ലാബുകൾ കുത്തനെ കയറ്റി വെച്ചിട്ടുണ്ട്. കുറഞ്ഞത് ഇങ്ങനെ ഒരു 100 കോടി രൂപയെങ്കിലും അധിക വരുമാനം നമ്മുടെ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴും സർക്കാരിന് സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി വരുമാനം കണ്ടെത്താനാകുള്ളൂ എന്നോർക്കുമ്പോഴാണ് ലോട്ടറിക്കും ബീവറേജസിനും അപ്പുറത്ത് ഇന്നും ഒന്നുമില്ല. അതായത് നമ്മുടെ നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ധനമന്ത്രി നൽകിയിരുന്നു. എന്നാൽ അതൊന്നും ബജറ്റിൽ കാണാൻ പറ്റിയിട്ടില്ല. ധനപ്രതിസന്ധിയെ മറികടക്കുന്നുവെന്ന് ധനമന്ത്രി നാവോറ് പാടുമ്പോഴും കേരളത്തിലെ ധനപ്രതിസന്ധി നിഴലിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബജറ്റ്. വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കാത്ത ധനമന്ത്രിയുടെ തിരിച്ചറിവും ധനസ്ഥിതിയിലെ യാഥാർത്ഥ്യത്തിന് തെളിവാണ്. കിഫ്ബിക്ക് മറ്റ് ധനാഗമന മാർഗങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിനായുള്ള പഠനവും സാധ്യത തേടലും നടക്കും. എന്നാൽ കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കുമെന്നോ യൂസർ ഫ്രീ ഈടാക്കുമെന്നോ ഒന്നും മന്ത്രി പറഞ്ഞിട്ടില്ല. എന്തായാലും 4 ചക്രവും ഓടിച്ചുകൊണ്ട് നിരത്തിൽ ഇറങ്ങുമ്പോൾ അറിയാം കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ പറഞ്ഞതൊന്നുമല്ല കേട്ടോ. നമ്മുടെ കേരളത്തിന്റെ തനത് വരുമാനം 50% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്നും ഒപ്പം റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറയ്ക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ചപ്പോഴും സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ ഈ തനത് വരുമാന വർധനവ് കൊണ്ടാണ് സാധിച്ചതെന്നും ധനമന്ത്രി പറയുന്നു. എല്ലാ മേഖലയിലും പണം എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും മന്ത്രി അറിയിച്ചു. പക്ഷേ ഇങ്ങനെ വെറുതെ തള്ളിമറയ്ക്കാതെ അതിനുള്ള തെളിവ് കൂടി നിരത്തിയിരുന്നെങ്കിൽ ഒരു ഉപകാരമായേനെ. ഇതിപ്പോ കുറെ നാളായില്ലേ തുടങ്ങിയിട്ട്, അറ്റ്ലീസ്റ്റ് ആ പാവപ്പെട്ട KSRTC ജീവനക്കാരുടെ വരുമാനമെങ്കിലും കൊടുത്താൽ മതി. എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ നിങ്ങൾ തൃപ്തരാണോ? ഉറപ്പായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കൂ. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.